ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഹെൽത്തി ആൻഡ് ടേസ്റ്റിയായ കോളിഫ്ലവർ ചില്ലി എങ്ങനെയാണ് പൊരിക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിന്നിവിടെ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഈ 4 കോളിഫ്ലവർ ഞാൻ 100 രൂപയ്ക്കാണ് കേട്ടോ വാങ്ങിച്ച്. ഇത് ലാഭമാണോ എന്നൊന്ന് പറയണേ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കോളിഫ്ലവർ കുട്ടി കുട്ടിയായി കട്ട് ചെയ്യാമേ. മാക്സിമം വലുതാക്കാതെ നോക്കണേ. എത്ര ചെറുതാക്കുന്ന അത്രയും നമുക്ക് മൊരിഞ്ഞ ഒരു കോളിഫ്ലവർ ചില്ലി കിട്ടും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ നമുക്ക് കട്ട് ചെയ്ത കോളിഫ്ലവറിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് ചുടുവെള്ളം ഒഴിച്ച് നന്നായി അതൊന്ന് പുഴു എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോവാനായിട്ട് വെക്കാവേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതേപോലത്തെ കൂടുതൽ വീഡിയോകൾക്കായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ ചാനൽ. അപ്പോൾ നമുക്ക് ചുടുവെള്ളം നന്നായി ഒഴിച്ചത് നന്നായി ഡ്രെയിൻ ചെയ്തെടുക്കാം. വെള്ളം ഒട്ടും ഇല്ലാതെ സൂക്ഷിക്കണേ. ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാനിപ്പോൾ ഇവിടെ മട്ടൻ മസാലപ്പൊടിയാണ് എടുത്തത്. നിങ്ങൾക്ക് ചിക്കൻ ആണെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ ഞാൻ പോയ വീഡിയോയിൽ ചിക്കൻ ചില്ലി പൊരിക്കുമ്പോൾ ഒരു മസാല പറഞ്ഞില്ലേ, JP ചില്ലിപ്പൊടി, ഇതാണ് കേട്ടോ മസാല. അപ്പോൾ നമുക്ക് നാട്ടിൽ കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കിട്ടുന്നത് ആ ചില്ലിപ്പൊടി എടുക്കാവേ. രണ്ടും 2 ടേബിൾ സ്പൂൺ വെച്ച് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ പഞ്ചസാര 1 ടീസ്പൂൺ. പഞ്ചസാര മസ്റ്റാണ്, ഒഴിവാക്കരുത്. അപ്പോൾ നമ്മൾ പഞ്ചസാര ഇടുന്നത് കൊണ്ടാണ് കടയിലൊരു സ്വീറ്റ് വരുന്നത് കേട്ടോ. പിന്നെ 1 മുട്ട എടുത്തിട്ടുണ്ട് ഞാനിവിടെ. പിന്നെ ഞാനിത് ഹെൽത്തി എന്ന് പറയാൻ കാരണം എന്താണെന്ന് അറിയോ? ഞാനിവിടെ മൈദ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അതിന് പകരം ഞാനിവിടെ ഗോതമ്പ് മാവാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഗോതമ്പ് മാവ് ഇട്ടൊന്ന് പൊരിച്ച് നോക്കിയേ, അടിപൊളി ടേസ്റ്റാണേ. പിന്നെ അതോടൊപ്പം തന്നെ ഞാനിവിടെ അരിപ്പൊടിയും കൂടി കുറച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അരിപ്പൊടിക്ക് പകരമായിട്ട് കോൺഫ്ലവർ വേണമെങ്കിൽ യൂസ് ചെയ്യാവേ. പിന്നെ ഞാനിവിടെ മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല, കാരണം ഇത് നമ്മൾ സ്കൂളിൽ കുട്ടികൾക്ക് കൊണ്ടുപോകാനായിട്ടാണ് ഞാനിവിടെ പൊരിക്കുന്നത്. അതുകൊണ്ട് എരിവ് നമുക്ക് ഒട്ടും തന്നെ ആവശ്യമില്ല. ഈ മസാലകളിൽ തന്നെ ആവശ്യത്തിനുള്ള എരിവുള്ളത് കൊണ്ടാണ് ഞാൻ ഇടാത്തത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മുളക് പൊടി ഇടാം കേട്ടോ, നിങ്ങളുടെ എരിവിനനുസരിച്ച്. അപ്പോൾ അതും കൂടി ഇട്ട് കോളിഫ്ലവർ ഇട്ട് നന്നായി മിക്സ് ചെയ്യാവേ. അപ്പോൾ ഒരുപാട് തിക്ക് പേസ്റ്റായി തോന്നുകയാണെങ്കിൽ ലൈറ്റായി ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ വെള്ളം നിങ്ങൾക്ക് കൂടിയ പോലെ തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ഗോതമ്പ് മാവ് ഇട്ട് കൊടുത്ത് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്യാം. പിന്നെ ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂർ അരമണിക്കൂറൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം തന്നെ പൊരിച്ചെടുക്കാം. ഇപ്പം നമുക്കൊരു പാനിൽ എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. എണ്ണ ഒഴിക്കുമ്പോൾ ഒരുപാട് കൂടി പോകരുത്. അതേപോലെ കുറച്ച് മാത്രം കോളിഫ്ലവർ ഇട്ട് പൊരിച്ചെടുക്കുമ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള അതിൻ്റെ മുരുമുരിപ്പ് വരിക. നമ്മൾ ഒരുപാടിട്ട് പൊരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ മസാലകൾ വിട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ ഇട്ട ഉടനെ തന്നെ കുത്തി ഇളക്കരുതേ. കുറച്ച് ടൈം കൊടുത്ത് ലൈറ്റായി, ഇത് ഞാൻ വീഡിയോ സ്പീഡാക്കിയത് കൊണ്ടാണ് ഇത്ര സ്പീഡായി തോന്നുന്നത്. ലൈറ്റായി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കണേ. താങ്ക്